മുസ്ലിം ലീഗിന് റെക്കോർഡുകൾ മറികടന്ന ഭൂരിപക്ഷം നേടിക്കൊടുക്കാൻ കഴിഞ്ഞതിന്റെ ആത്മവിശ്വാസത്തിലും അഭിമാനത്തിലുമാണ് ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ PM സലാം. ഇത്രയും വലിയ ഭൂരിപക്ഷത്തോടെ 2 മണ്ഡലങ്ങളിൽ വിജയം നേടുമെന്ന് തെരഞ്ഞെടുപ്പ് ഇവാലുവേഷൻ ഘട്ടത്തിൽ പോലും ലീഗ് പ്രതീക്ഷിച്ചു കാണില്ല. എങ്ങനെയാണ് ആ ഒരു നേട്ടത്തെ കാണുന്നത്? നല്ല ഭൂരിപക്ഷം ഉണ്ടാവും എന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷെ ഇപ്പോൾ കിട്ടിയ ഭൂരിപക്ഷം ഞങ്ങളുടെ പ്രതീക്ഷകൾക്കും മുകളിലാണ്. അത് പൊന്നാനിയും മലപ്പുറം മാത്രമല്ലല്ലോ, കേരളത്തിലാകമാനമുണ്ട്, മലബാറിൽ പ്രത്യേകിച്ചുമുണ്ട്. അത് ഞങ്ങൾ പറഞ്ഞല്ലോ, ഭരണവിരുദ്ധ തരംഗം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭരണത്തിനും കേരള ഗവൺമെൻറ്റിൻ്റെ വഞ്ചനയ്ക്കുമെതിരായി ജനങ്ങൾ വോട്ട് ചെയ്തതാണ്. ഞങ്ങളവരെ അതിന് പ്രോത്സാഹിപ്പിച്ചു, അതിന് വഴിയുണ്ടാക്കി കൊടുത്തു എന്നല്ലാതെ ജനങ്ങൾ സ്വയം മനസ്സിലാക്കി വോട്ട് ചെയ്തതാണ്. ഇപ്പോൾ മുഴുവൻ കേരളത്തിലെ വോട്ടർമാർക്ക്, ജനങ്ങൾക്ക് സാഹചര്യങ്ങൾ രാഷ്ട്രീയ നേതാക്കളെക്കാൾ കൂടുതലായി നന്നായി അറിയാം. അപ്പം അതുകൊണ്ട് അപാകതകൾക്കെതിരെ, തെറ്റുകൾക്കെതിരെ, കെടുകാര്യസ്ഥതക്കെതിരെ, അഴിമതിക്കെതിരെ, ഭരണ രംഗത്തെ പരാജയങ്ങൾക്കെതിരെ അവർ പ്രതികരിച്ചു. അതിന് ഞങ്ങൾ കാരണഭൂതരായി എന്ന് മാത്രമേ ഉള്ളൂ. ലീഗിനെ സംബന്ധിച്ച് മലപ്പുറത്തും പൊന്നാനിയിലും ഭൂരിപക്ഷം കണക്കാക്കിയതിലും താഴേക്ക് വന്നാൽ പോലും ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരം പറയേണ്ട സാഹചര്യമായിരുന്നു. ഒരുപാട് പേര് വിമർശനം ഉയർത്തുവാൻ വേണ്ടി പടകെട്ടി നിൽക്കുകയായിരുന്നു എന്നൊക്കെ പറയാം. പക്ഷേ ആ വിമർശനം, പ്രത്യേകിച്ച് സമസ്തയുടെ ഭാഗത്തു നിന്നും ഒരു വലിയ വിഭാഗം ഈ ഒരു തെരഞ്ഞെടുപ്പിൽ ലീഗിനെ മുൻപത്തെ പോലെ സഹായിക്കില്ല എന്ന പ്രചരണം വന്നു. പൊന്നാനിയിലും മലപ്പുറത്തും സമസ്തയിൽ നിന്നും ലീഗിൽ നിന്നും വോട്ട് ചോരുമെന്ന പ്രചരണം വന്നു. പക്ഷേ ഫലം വന്നു കഴിഞ്ഞപ്പോൾ ഇവർക്കൊന്നും തന്നെ ചോദ്യങ്ങൾ ചോദിക്കാനുള്ള അവസരം പോലും ഇല്ലാത്ത സാഹചര്യമാണ് കാണുന്നത്. എങ്ങനെ കാണുന്നത്? ഇല്ല, ഞങ്ങളിത് നേരത്തെ പറഞ്ഞതാ, ഒരു തെറ്റായ പ്രയോഗമാണ്. സമസ്തയും മുസ്ലിം ലീഗും തമ്മിൽ ഒരു തർക്കമില്ല, ഒരു കുഴപ്പമില്ല. അത് കഴിഞ്ഞ കാലങ്ങളിലെ പോലെ തന്നെ ശക്തമായി, ദൃഢമായി ആ ബന്ധം നിലനിൽക്കുന്നുണ്ട്. പക്ഷേ സമസ്തയുടെ പേര് ചില ആളുകൾ ദുരുപയോഗം ചെയ്തു. അവരുടെ സ്വാർത്ഥ താല്പര്യ സംരക്ഷണത്തിന് വേണ്ടി സമസ്ത എന്ന പേര് വ്യാപകമായി അവർ ഉപയോഗിച്ചു. അന്നേ ഞങ്ങൾ പറഞ്ഞത് ഇവർ സമസ്തയല്ല, ഇത് രാഷ്ട്രീയമാണ്. സമസ്ത ഒരിക്കലും രാഷ്ട്രീയ രംഗത്തിറങ്ങി, സമസ്തയിലുള്ളവർക്കൊക്കെ അവരുടേതായ രാഷ്ട്രീയ അഭിപ്രായങ്ങൾ ഉണ്ടാകും. പക്ഷേ സമസ്ത എന്ന സംഘടന ഒരു മതസംഘടനയും, സമസ്ത മാത്രമല്ല കേരളത്തിലെ ഒരു മതസംഘടനയും സജീവമായ രാഷ്ട്രീയ രംഗത്തിറങ്ങുകയോ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുകയോ സ്ഥാനാർത്ഥികളെ നിർത്തുകയോ ഒന്നും ചെയ്യാറില്ല എന്നാണ് എൻ്റെ അറിവിൽപ്പെട്ടിടത്തോളം എനിക്ക് പറയാൻ കഴിയും. അപ്പോൾ ഇവിടെ ചില ആളുകൾ സമസ്തയുടെ പേര് ദുരുപയോഗം ചെയ്തു. അത് നിങ്ങളുടെ മാധ്യമങ്ങളാണ് അത് ഏറ്റുപിടിച്ചത്. ഞങ്ങൾക്കറിയാം, കാലാകാലങ്ങളിൽ ലീഗിനെതിരെ ഉള്ള വിഭാഗം പല രൂപത്തിലും വരാം. ഓരോ സന്ദർഭത്തിലും ഓരോ വേഷം കിട്ടും. ആ വേഷം കിട്ടുന്ന ആളുകളൊക്കെ ഒന്നാണ്. ഞങ്ങൾക്കത് നന്നായി അറിയാം. ലീഗ് വിരോധം എന്നതാണ് അവരുടെ രക്തത്തിലുള്ളത്. അതിന് ആ സാഹചര്യത്തിൽ ഏത് പിടിച്ചാലാണ് അത് പ്രാവർത്തികമാക്കാൻ കഴിയുക എന്ന് പറഞ്ഞ് ആ വാലിൽ പോയി പിടിക്കും. അതാണ് ഓരോ തെരഞ്ഞെടുപ്പിലും കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അതും ഇവർ പറയുന്ന സംഘടനകളുമായി അതിന് യാതൊരു ബന്ധവും ഉണ്ടാവില്ല. അതാണല്ലോ തെളിയിച്ചത്. സമസ്ത പോലുള്ള സംഘടന മുസ്ലിം ലീഗിനെതിരായി നിന്നാൽ ലീഗിൻ്റെ സ്ഥിതി ഈ 2 മണ്ഡലങ്ങളിലും എന്താവും? അപ്പോൾ സമസ്തയോ സമസ്തയിലെ പ്രവർത്തകരോ മുസ്ലിം ലീഗിനെതിരായിട്ട് ഒരു പ്രവർത്തനവും നടത്തിയിട്ടില്ല. പക്ഷെ ചില ആളുകൾ, അതിൽ സമസ്തയിലെ ആളുകൾ ഉണ്ടാകാം, വിരലിൽ എണ്ണാവുന്ന ആളുകൾ ലീഗിനെതിരെ ശക്തമായ പ്രചാരണങ്ങൾ നടത്തിയിട്ടുണ്ട്. അതൊരു വ്യക്തിപരമായ പ്രവർത്തനമാണ്. അവർക്ക് അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്, ഞങ്ങൾ കുറ്റപ്പെടുന്നില്ല. അവർ ലീഗിനെ കുറ്റം പറയുമ്പോൾ അതിന് മറുപടി പറയാനുള്ള സ്വാതന്ത്ര്യം ഞങ്ങൾക്കും വേണം, അത്രേ ഉള്ളൂ. ഇപ്പോൾ നിങ്ങൾക്കറിയാം, കണ്ണൂരിലെ ഇടതുപക്ഷ സ്ഥാനാർത്ഥി അദ്ദേഹം സമസ്തയിലെ ഒരു മുസ്ലിംകാരോട് നന്ദി പറയാൻ വേണ്ടി വന്നു നാട്ടിൽ, പരസ്യമായതാ. എന്തിനാ അദ്ദേഹം വന്നതെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം തന്നെ പറഞ്ഞു, അദ്ദേഹം നന്ദി പറയാൻ വന്നതാണ്. നന്ദി പറയണമെങ്കിൽ എന്തെങ്കിലും സഹായം ചെയ്തു കൊടുക്കണ്ടേ? വെറുതെ ഒരാൾ കണ്ണൂരിൽ നിന്ന് തിരുവമ്പാടി വരെ വന്നിട്ട് നന്ദി പറയില്ലല്ലോ. ആ സഹായം ഒരു സ്ഥാനാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം തെരഞ്ഞെടുപ്പിൽ സഹായിക്കുക എന്നതാണ്. അപ്പോൾ ഈ സമസ്തയിലെ വ്യക്തികൾ ആരെങ്കിലുമൊക്കെ സഹായിച്ചിട്ടുണ്ടാകും. അത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സമസ്തയുടെ സഹായമല്ല. മുസ്ലിം ലീഗിനെതിരെ സമസ്ത നിന്നിരുന്നു എന്ന് ഞങ്ങൾ ഒരിക്കലും പറഞ്ഞിട്ടില്ല.
പക്ഷെ സമസ്തയിലായിരുന്നാലും മുജാഹിദിലായിരുന്നാലും മറ്റ് സാംസ്കാരിക സംഘടനകളിലായിരുന്നാലും ഒക്കെ അതിലുള്ള വ്യക്തികൾ ലീഗിനെ വിമർശിക്കുമ്പോൾ, തെറ്റായ ദുഷ്പ്രചരണം ലീഗിനെതിരെ നടത്തുമ്പോൾ അതിന് മറുപടി പറയേണ്ടുന്ന ബാധ്യത മുസ്ലിം ലീഗുകാരൻ നിർവഹിക്കണ്ടേ? അല്ലെങ്കിൽ അവൻ എന്തിനാ മുസ്ലിം ലീഗിൽ നിൽക്കുന്നത്? തീർച്ചയായും ലീഗിനുള്ള എതിരായുള്ള വിമർശനം അത് മാർക്സിസ്റ്റ് പാർട്ടി ചെയ്താലും BJP ചെയ്താലും ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികൾ ചെയ്താലും സാംസ്കാരിക സംഘടനകളുടെ നേതാക്കന്മാർ ചെയ്താലും വ്യക്തികൾ ചെയ്താലും അത് തെറ്റാണ് എന്ന് സമൂഹത്തെ ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ട ഉത്തരവാദിത്വം ഞങ്ങൾ നിർവഹിക്കും. ഈ ഭൂരിപക്ഷം വർദ്ധിച്ചതിന്റെ ഒരു കാരണം എന്താണെന്നാണ് പ്രാഥമികമായിട്ട് വരുന്നത്? ഏറ്റവും വലിയ കാരണം ഇന്ത്യ രാജ്യത്തിൻ്റെ ഇന്നത്തെ അവസ്ഥയാണ്. നൂറ്റാണ്ടുകളായി രാജ്യം മുറുകെ പിടിച്ചിരുന്ന നമ്മുടെ പാരമ്പര്യം, ആ മതേതരത്വവും ജനാധിപത്യവും ഒക്കെ തകർക്കാനുള്ള ശ്രമം, ഭരണഘടനയെ പൊളിച്ചെഴുതാനുള്ള ശ്രമം, ഇതിനെതിരെ ജനങ്ങൾ ജാഗരൂകരായി. അതിനെ പ്രതിരോധിക്കാൻ കോൺഗ്രസിനെ കഴിയൂ എന്നുള്ള UDFന്റെ അഭിപ്രായം അവർ ശിരസാവഹിച്ചു. അതാണ് ഈ തെരഞ്ഞെടുപ്പിലുണ്ടായത്. ലീഗിനെ പ്രകോപിപ്പിച്ചപ്പോൾ ലീഗ് ഉണർന്നു എന്ന് പറയാൻ പറ്റുമോ? തീർച്ചയായിട്ടും. മുസ്ലിം ലീഗിന്റെ സ്വഭാവം അതാണല്ലോ. CH മുഹമ്മദ് കോയ സാഹിബിന്റെ വിഖ്യാതമായ ഒരു പ്രസംഗമുണ്ട്. മുസ്ലിം ലീഗ്, അത് അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു, ലീഗ് എന്താ പറഞ്ഞത്, ചത്ത കുതിരയാണ് എന്ന് പറഞ്ഞതിന് മറുപടിയായി പോക്കസ് സാഹിബ് പറഞ്ഞതാണ്. അത് CH അദ്ദേഹത്തിന്റെ പ്രസംഗത്തിലൂടെ ജനങ്ങളെ ബോധ്യപ്പെടുത്തിയത്. CH പറഞ്ഞ് മുസ്ലിം ലീഗ് ഉറങ്ങിക്കിടക്കുന്ന സിംഹമാണ്, അതിനെ വിളിച്ചുണർത്തരുത്. അതാണ് ഞങ്ങൾ പ്രകോപനം ഉണ്ടാകുമ്പോൾ, വിവാദം കത്തി നിൽക്കുമ്പോൾ, ലീഗ് തകർന്നു എന്നുള്ള പ്രചാരവേല വ്യാപകമായി ഞങ്ങളുടെ ശത്രുക്കൾ ഏറ്റെടുത്ത് നടത്തുമ്പോൾ, അതിന് നിങ്ങളെപ്പോലുള്ള മാധ്യമങ്ങളൊക്കെ കൂട്ടുനിൽക്കുമ്പോൾ ഞങ്ങളെ പ്രവർത്തകര് സടകുടഞ്ഞ് എഴുന്നേൽക്കും. അതിന്റെ പ്രതിഫലനാണ് കണ്ടത്. ഈ പൊന്നാനിയിലെ LDF സ്ഥാനാർത്ഥി ഹംസ പറഞ്ഞത് STPയുടെ വോട്ട് മലപ്പുറം പൊന്നാനിയും കിട്ടിയത് കൊണ്ടാണ് ഭൂരിപക്ഷം കൂടിയതെന്നാണ്. അല്ല, അദ്ദേഹം ഇനി എന്തു പറഞ്ഞാലും അത് നമുക്ക് ബാധകമല്ലല്ലോ, സമൂഹത്തിന് ബാധകമല്ലല്ലോ. അതിന് മറുപടി പറയാൻ ഞാനാളല്ല. ഈ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ രാജ്യസഭ സീറ്റ് സംബന്ധിച്ചാണ്. പ്രഖ്യാപനത്തിന് ഇനി ദിവസങ്ങൾ മാത്രമാണ് ഉള്ളത്. അതിനിടയിൽ ഈ ഒരു മുരളീധരൻ്റെ തോൽവിയുമായി ബന്ധപ്പെട്ട് രാജ്യസഭാ സീറ്റ് ഒഴിവ് എന്നത് മുസ്ലിം ലീഗ് മുരളീധരന് കൊടുക്കുമോ, അത്തരത്തിലൊരു പ്രചാരണം നടക്കുന്നുണ്ട്. അങ്ങനെ എന്തെങ്കിലും ആലോചന എവിടെയെങ്കിലും ലീഗിന്റെ ഏതെങ്കിലും ഘട്ടത്തിൽ? മുരളിയുടെ തോൽവി സത്യത്തിൽ കേരളത്തിന്റെ പൈതൃകത്തിന് ഏറ്റൊരു ആഘാതം തന്നെയാണ്. കേരളത്തിന് ഒരു മഹത്തായ പാരമ്പര്യമുണ്ട്. അതിന് പറ്റിയ ഏറ്റവും വലിയ ഒരു ആഘാതമാണ് തൃശ്ശൂരിലെ BJPയുടെ വിജയം. അതെങ്ങനെ സംഭവിച്ചു എന്നത് UDFും കോൺഗ്രസും ഒക്കെ ഗൗരവതരമായി ചിന്തിക്കേണ്ടതും ആലോചിക്കേണ്ടതുണ്ട്. മറ്റു കാര്യങ്ങളൊക്കെ സങ്കല്പികമാണ്, അതിലൊന്നും യാതൊരു കാര്യമില്ല. രാജ്യസഭ സീറ്റ് കൊടുക്കുന്നതിനെ കുറിച്ച് രാജ്യസഭ മുസ്ലിം ലീഗ് നിശ്ചയിച്ചു വെച്ചതാണ്. മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥിയെ ഏതാനും ദിവസങ്ങൾക്കകം ബഹുമാനപ്പെട്ട തങ്ങൾ പ്രഖ്യാപിക്കും. അങ്ങയുടെ പേര് ഈ ഒരു രാജ്യസഭയിലേക്ക് സജീവമായിട്ട് പരിഗണിക്കുന്നു, ചർച്ച ചെയ്യുന്നുണ്ട്. അത്തരത്തിലൊരു ആലോചന പാർട്ടി നിർദ്ദേശിച്ചാൽ ഏറ്റെടുക്കുമോ? എന്താണ്? അല്ല, അത് സാങ്കല്പിക ചോദിച്ചതൊന്നും മറുപടി പറയേണ്ട ആവശ്യമില്ലല്ലോ. മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥിയെ ബഹുമാനപ്പെട്ട തങ്ങൾ മുതിർന്ന നേതാക്കന്മാരുമായൊക്കെ കൂടി ആലോചിച്ച് പ്രഖ്യാപിക്കും. അതാരായിരുന്നാലും പാർട്ടി ഏറ്റെടുക്കും. പുതുമുഖങ്ങൾക്കായിരിക്കും പ്രാധാന്യം. അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. പുതിയ ആളുകൾ ഉണ്ടാകണം എന്ന് പറഞ്ഞിട്ടുണ്ട്. പുതിയ ആള് അതായത് യുവാവാണെന്നല്ല. അല്ല, പുതുമുഖം എന്ന് പറഞ്ഞാൽ യുവാവല്ലല്ലോ. ഈ പാർലമെന്ററി രംഗത്ത് ഇതുവരെ എത്താത്ത ആളുകളൊക്കെ പുതുമുഖങ്ങളാണ്. ആർത്ഥത്തിലായിരിക്കും തങ്ങൾ പറഞ്ഞിട്ടുണ്ടാകുക എന്നാണ് എൻ്റെ ഒരു തോന്നൽ. എന്തായാലും 2 ദിവസം തീരുമാനമാവും അല്ലേ? തീർച്ചയായിട്ടും. എന്നാണ് അതിന്റെ ഒരു പ്രഖ്യാപനം വരുന്നുണ്ടായിരിക്കും. ഏതായിരുന്നാലും തങ്ങൾ തിരിച്ചെത്തിയാൽ, തങ്ങൾ ഡൽഹിയിലായിരുന്നു, ഇനിയിപ്പോൾ ദുബായിൽ ഒരു പരിപാടിയുണ്ട്, അത് കഴിഞ്ഞ് തിരിച്ചെത്തുമ്പോഴേക്ക് തങ്ങൾ പ്രഖ്യാപിക്കും. തീർച്ചയായും ലീഗിന്റെ ജയത്തിന്റെ കാരണങ്ങളും വിലയിരുത്തലുകളും ഒപ്പം തന്നെ രാജ്യസഭാ സീറ്റ് സംബന്ധിച്ചുള്ള അദ്ദേഹത്തിന്റെ നിരീക്ഷണ അഭിപ്രായമാണ് അദ്ദേഹം പങ്കുവച്ചത്. അഖിലോട്ട് പറയ്ക്കൊപ്പം CV അനുമോദ്, ന്യൂസ് 18.